ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് റോഡിലാണ്. ഈ ഡൊമസ്റ്റിക് എയർപോർട്ട് റോഡ് വഴിയാണ് ചാക്ക ബൈപ്പാസിലേക്ക് പോകുന്നത്. ദൃശ്യങ്ങൾ കണ്ടാൽ വിചാരിക്കും ഇതൊരു തോടാണെന്ന്. എന്നാൽ തോടല്ല, റോഡാണ്. വർഷങ്ങളോളമായി ഈ റോഡിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അധികൃതർ ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു. എന്താണ് ഈ റോഡിന് സംഭവിച്ചത്? എങ്ങനെ ഈ റോഡ് നന്നാക്കാൻ കഴിയും? ആർക്കാണ് ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുള്ളത്? ദുരവസ്ഥ തുറന്നു കാട്ടാൻ കൂടിയായിട്ടാണ് സി മലയാളം ന്യൂസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ഒന്ന് പോയി വരാം. ഇതിനകത്ത് കൂടി ഒരു അണ്ടർ പാസേജ് പാർവതി പുത്തനാറിൽ പോകുന്നുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ വെള്ളം കെട്ടുമ്പോഴത്തേക്ക് ഈ അണ്ടർ പാസേജ് വെള്ളം നേരെ പാർവതി പുത്തനാറിൽ പോകും. ഇപ്പോഴത് പോകുന്നില്ല. ഈ ചപ്പാത്ത് കൊണ്ടൊരു പരിഹാരമല്ല. എയർപോർട്ട് അതോറിറ്റിയും ഇവിടെയുള്ള കൗൺസിലർമാരും എം എൽ എമാരും കൂടെ ഒരു ചർച്ച ചെയ്ത് ഒരു 6-5 വയസ്സുള്ള 3 പൈപ്പെങ്കിലും ഇതിനകത്തൂടെ കടത്തിവിട്ട് ഇതിനകത്തൊരു ഓട പോകുന്നുണ്ട്. ആ ഓടയിൽ ചെന്നാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. ഇത് ഒരുപാട് വർഷമായി ഈ മഴ വന്നാൽ ഇത് തന്നെ പ്രശ്നം. ഇതിപ്പോൾ കുറച്ച് മഴ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ വണ്ടി കിടക്കുന്നത്. അല്ലെങ്കിൽ വണ്ടി കുറച്ചുകൂടെ താർന്നു വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് സവാരിയെ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലെ വന്നും പോയി. ഞാൻ അതോടെ ചെരുപ്പ് ഊരിയിട്ടാണ് ഞാൻ അതിനെ കാലുകൊണ്ട് ചവിട്ടി പിടിച്ചു. ഒരാട്ടം പറഞ്ഞ് വിടുന്നു, 2 ബൈക്ക് തമ്മിൽ കൂട്ടിയിടിച്ച് ഇവിടെ അത്രയും കുഴിയാണ്. വന്ന് നോക്കിയിട്ട് പോയാൽ ഒന്നും ചെയ്യുന്നില്ല അവർ. ഒരിക്കൽ വന്നിട്ട് മണ്ണ് വാരി കൊണ്ട് പോയെന്നെ വന്ന് അന്വേഷണം ഇപ്പോൾ അത്രയും കംപ്ലൈൻറ്റ് ഇവിടെ ആയത്. വാരായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര പ്രശ്നമാണിത്. രാത്രിയാണ് ഒരു ഫാമിലി വന്ന് വിടുന്നത്, ബൈക്കോടെ വന്ന് വിടുന്നത്, പിള്ളേരൊക്കെ വിടുന്നത്, നാട്ടുകാരെ തൂക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇത് കണ്ടിട്ട്. എയർപോർട്ടുകാർ പറഞ്ഞിട്ട് പറയാം, അവരൊരു അനക്കമില്ല, കോർപ്പറേഷൻ്റെ പോലെ അവർ ഒരു അനക്കമില്ല. ആർക്കൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത കണക്കാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റും. ആ ഏരിയ അങ്ങോട്ട് അതും ഇത് തന്നെ അവസ്ഥയാണ്. ദൈനികമായ ഒരു അവസ്ഥയാണ് ഇവിടെ. ബുദ്ധിമുട്ട് ഗവൺമെൻറ് തന്നെയാണ് പരിഹരിക്കേണ്ടത്. ഇവിടുത്തെ ജനപ്രതിനിധി ആൻ്റണി രാജുവാണ് അത് പരിഹരിക്കേണ്ടത്. ശിവകുമാറിൻ്റെ കാലത്ത് ഈ പ്രദേശം മുഴുവൻ നല്ല റോഡുകൾ ഇട്ടിട്ടാണ് പോയത്. അതിനുശേഷം ഒരൊറ്റ വികസന പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ റോഡുകളുടെ ഇത്രയും മോശമായ സ്ഥിതി തീരപ്രദേശത്തുനിന്ന് പുള്ളിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച വോട്ട് കിട്ടിയില്ല. ആ ജനങ്ങളോട് കാണിക്കുന്ന വൈരാഗ്യമായിട്ടേ എനിക്കിത് കാണാൻ കഴിയും. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളം ഒലിച്ചു പോയിക്കൊണ്ടിരുന്നത് എയർപോർട്ട് അതോറിറ്റിയുടെ കോമ്പൗണ്ടിനകത്തുകൂടെ ഒരു ഓട പോകുന്നുണ്ട്. അതിനകത്താണ് ഈ വെള്ളം സാധാരണഗതിയിൽ ഒഴിച്ചു പോകുന്നത്. പക്ഷെ ഇപ്പോൾ അത് അദാനി വരുന്നതിന് മുമ്പ് തന്നെ അവിടെ അതിനകത്ത് വെള്ളം പാസ് ചെയ്യുന്നത് എയർപോർട്ട് അതോറിറ്റി തടഞ്ഞു അവിടെ ഈ വെള്ളം പോകുന്ന വഴി മൊത്തം കോൺക്രീറ്റ് ചെയ്ത് അവർ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. പറഞ്ഞ ബംഗ്ലാദേശിലേക്ക് പോകുന്ന റോഡുണ്ടല്ലോ, അവിടെ ഞാൻ നോക്കി നിൽക്കുന്നത് തന്നെ ഒരു പെൺകുട്ടി ആ വെള്ളത്തിൽ മറിഞ്ഞു വീണു. അപ്പോൾ അവിടെ നിന്ന ആളുകളൊക്കെ ഓടിപ്പോയി തൂക്കിയെടുത്ത് കൊണ്ടുപോയി. ഇത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ നടപടി കാണുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും ആപത്ത് വന്ന് ആരെങ്കിലും വീണ് മരിച്ച് ഉണ്ടായാലേ ഇതിനെല്ലാം പരിഹാരം കാണാൻ കഴിയും. ഇത് വളരെ പിന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ ജനപ്രതിനിധി ശ്രീ ആൻ്റണി രാജു ബോധപൂർവം ഈ തീരപ്രദേശത്ത് ബോധപൂർവം വികസന പ്രവർത്തനം നടത്താത്തതാണ്. ഒരു പരിഹാരം ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റിയായിട്ട് ഇപ്പോൾ ഉള്ള അദാനിയുടെ ഗ്രൂപ്പുമായിട്ട് നമ്മൾ സംസാരിച്ചു. ഈ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇത് പണ്ട് കാലങ്ങളിലൂടെ ഉണ്ടായിരുന്നതാണ്, അതുവഴിക്കാണ് വെള്ളം പാസ് ചെയ്തുകൊണ്ടിരുന്നത്. പരിഹാരം ഉണ്ടാക്കണം. അവർ ഏതോ 30 ലക്ഷം രൂപ അനുവദിച്ച് അതിനകത്ത് അവരൊരു ടാങ്ക് പണിത് ഈ വെള്ളം അതിനകത്ത് വരുത്തി അവിടെ നിന്ന് ഓവർഫ്ലോയായിട്ട് അവർ ഓട വഴി പുറത്ത് കളയാമെന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. എയർപോർട്ട് അതോറിറ്റി അല്ല, എയർപോർട്ട് അതോറിറ്റി വരണമെങ്കിൽ എയർപോർട്ടിനകത്ത് വരണം റോഡ്. ഇത് പുറത്ത്, ഇത് ശരിക്കും പറയാമെങ്കിൽ MLA റോഡാണ്. ഈ MLA റോഡ് MLA ആണ് അതിൻ്റെ മെയിനായിട്ട് നിൽക്കാവുള്ള. ഇത് വാർഡ് കൗൺസിലർ റോഡുമല്ല, MLA റോഡാണ്. അപ്പോൾ MLA ആണ് ഇതിൻ്റെ മെയിനായിട്ട് നിൽക്കേണ്ട ഒരു കാര്യം.
ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. എയർപോർട്ട് അതോറിറ്റിയാണോ ഇതിന് യഥാർത്ഥ ഉത്തരവാദി, അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാണോ? ചോദ്യങ്ങൾ ഇനിയും നിരവധി അവശേഷിക്കുകയാണ്. സ്ഥലം MLA ആൻ്റണി രാജുവിൻ്റെ സ്ഥലം, അവരുടെ റോഡാണ്. പക്ഷേ ഇത് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. ഏതാണ്ട് ഒരു 15-20ഓളം വർഷമായി ഇതിങ്ങനെ വന്നിട്ട്. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ പോകുന്ന ഒരു വഴിയാണ്. മറ്റുള്ള ഈ പരിസരത്തുള്ള എല്ലാവരും ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതാണ്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ഞാൻ പല ഭാഗത്തു നിന്നും കല്ലുകൾ പറക്കി ഈ കുഴികളിൽ കൊണ്ടിട്ടു. ഇതാ ഈ പെട്ടി വച്ചേക്കുന്ന സ്ഥലമെല്ലാം വളരെ വലിയ കുഴിയാണ്. ഇതിൽ ഒരുപാട് 2 വീലറിൽ വരുന്ന ആൾക്കാരൊക്കെ വന്ന് വീഴുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഒരാൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പം സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. അവൻ മരണപ്പെട്ടതിന് ശേഷം പിന്നെ പാവമെന്ന് പറഞ്ഞിട്ട് അതിൽ അർത്ഥമില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ റോഡ് ശരിയാക്കണം. ഈ റോഡ് മാത്രമല്ല, സുലൈമാൻ സ്ട്രീറ്റ് ഇങ്ങനെ ഡൊമസ്റ്റിക് എയർപോർട്ട് ചുറ്റളവ് മൊത്തം റോഡുകൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. ജനങ്ങൾ നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഞാനിപ്പോൾ നമുക്ക് സ്ഥിരം പോകുന്ന വഴിയായതുകൊണ്ട് നമ്മളിപ്പുറത്ത് വണ്ടി നിർത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. പുറമേ നിന്ന് ആൾക്കാർ, സ്ത്രീകൾ ഉൾപ്പെടെ, എൻ്റെ കണ്ണിൻ്റെ മുമ്പ് തന്നെ ഒരു സ്ത്രീ വീഴുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അടിയന്തരമായിട്ട് പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിന് ഇടപെടലുകൾ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. ഇനി എയർപോർട്ട് അതോറിറ്റി അവർ ഫാസ്റ്റായിട്ട് അവർ വർക്ക് ചെയ്താൽ ഇതിനൊരു പരിഹാരം കാണാം. ഈ റോഡിലൂടെ ബാലൻസ് ചെയ്യാതെ നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അവസ്ഥ. അപ്പോൾ ഈ നാട്ടുകാർ, ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരൊക്കെ തന്നെയും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പെടാപ്പാടും എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നാട്ടുകാരുടെ പ്രശ്നത്തിന് എത്രയും വേഗം ശാശ്വത പരിഹാരമുണ്ടാകണം. തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് റോഡിൽ നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.